ഹലോ മൈ ഗൈസ്. അപ്പൊ നമ്മള് നേപ്പാളിലെത്തി കാഠ്മണ്ഡുവില് രാവിലെ ഫസ്റ്റ് മോർണിംഗ് ആയിരുന്നു. ഇവിടെ മെയിൻ ആയിട്ട് മറ്റേ ഗോദ സിനിമയിലെ അമ്പലമില്ലേ, അതൊക്കെയാണ് മെയിൻ. എന്തായാലും നോക്കാം നമുക്ക്. സ്റ്റെപ്പ് ആണ് ഗൈസ്, എടുത്ത് പൊക്കി കിടക്കേണ്ടി വരും, ഇവിടെ ലിഫ്റ്റില്ല. നമ്മൾ ഇന്നലെ നടന്ന സ്ട്രീറ്റുകളാണ്. ഇന്നലേക്ക് ഇവിടെ ഫുള്ള് ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് അടിപൊളിയായിരുന്നു. ഇപ്പൊ ആള് കുറവാണ്, ഇന്നലെ രാത്രിത്തെ അത്ര ആളില്ല ഗൈസ്. അങ്ങനെ നമ്മൾ നേപ്പാളില് രാവിലെ ഇറങ്ങി ഇവിടുത്തെ മറ്റേ മങ്കി ടെമ്പിൾ എന്ന് അറിയപ്പെടുന്ന സ്വയംഭനാഥ് ടെമ്പിളോ അങ്ങനെയാന്ന് തോന്നുന്നു, സ്വയംഭനാഥ് ടെമ്പിൾ. ആ ടെമ്പിൾ കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഗൈസ് ഇവിടെ ഡിഫൻഡറിന്റെ ഒരു ചാത്തൻ നടക്കുന്നു ഗൈസ്. ഡിഫൻഡർ തന്നെയല്ല വണ്ടി, അതിന്റെ പേരാണെന്ന് എഴുതണേ. ആ അവിടെ മുകളിലെ ടെമ്പിൾ ഞങ്ങൾ കണ്ടായിരുന്നു ഗൈസ്. ഇവിടെ തൊട്ടടുത്താട്ടോ അപ്പൊ കാഠ്മണ്ഡുവില്. നല്ല രസമല്ല ഈ ബിൽഡിങ്സ് ആണ്, നല്ല ബ്യൂട്ടിഫുൾ ബിൽഡിങ്സ് കേട്ടോ. അതേ കാണുന്നതാണ്, ആ കാണുന്നതാണ് നമ്മുടെ എന്നാ മങ്കി ടെമ്പിൾ ഗൈസ്. നമ്മൾ വന്ന് അന്ത ടെമ്പിളിന്റെ ചോട്ടിലെത്തിയിരിക്കുകയാണ്. 365 സ്റ്റെപ്പ് ഉണ്ട് ഇത് കയറാൻ. നമ്മുടെ കാറ് ആകെ മുഷിഞ്ഞിരിക്കുന്നു ഗൈസ്. നേപ്പാളിലെ മങ്കി ടെമ്പിളിന്റെ തൊട്ടടുത്ത് നമ്മളിപ്പോൾ ഉണ്ട്. ഇതിൻ്റെ അകത്ത് കയറി ഇതിനകത്തെ കാഴ്ചകളെല്ലാം എന്തൊക്കെയാണെന്ന് നോക്കണം ഗൈസ്. നമ്മൾ മങ്കി ടെമ്പിളിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. കുറച്ച് സ്റ്റെപ്പ് നടന്നിട്ട് ഇവിടെ കുറേ നല്ല പഴയ ബിൽഡിങ്സും കാര്യങ്ങൾ, അമ്പലത്തിൻ്റെ തന്നെ എന്നാണ്ട് സംഭവങ്ങളാട്ടോ. പിന്നെ അവിടെ എന്തോ ആരാധനാ സംഭവങ്ങളൊക്കെയാന്ന് തോന്നുന്നു അതിൻ്റെ ഉള്ളിൽ. ഇവിടെ കുറേ ഫോട്ടോസൊക്കെ വരച്ച് വെച്ചാണോ, അടിപൊളിയാണ്, നല്ല ശാലാട്ടിയ ഫോട്ടോസാണ്. നമ്മൾ വരയ്ക്കണതാണ് ഫുള്ള്. ഇവിടെ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ, എന്തോ സംഭവങ്ങൾ. ഇത് ഇവിടുത്തെ കുറേ അമ്പലത്തിലൊക്കെ യൂസ് ചെയ്യുന്ന കുറേ സാധനങ്ങളുടെയൊക്കെ ആണ്. പിന്നെ ഈ മറ്റേ കഴുത്തിലൊക്കെ ഇറങ്ങുന്ന മാലകൾ, അങ്ങനെ സംഭവങ്ങളൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ഇപ്പം അതെന്നാ റേറ്റ് പറഞ്ഞടാ? 4000 ഇവിടത്തെയാ? ഇവിടുത്തെ 4000 സാധനത്തിന്. എൻ്റെ അറിവ് നല്ല രസമല്ലേ, കാണാൻ നല്ല രസമല്ലേ. ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ട് ഫുഡൊക്കെ കഴിക്കാനുള്ള. അവിടെ ഇരുന്ന് ചപ്പാത്തിയും കിഴങ്ങും കടലക്കറിയും. ഇതിവിടെ ശനിയല്ലേ ശനി. സോ അത് കഴിക്കണം ഗൈസ്. കഴിച്ചിട്ട് വിശന്ന് ഭ്രാന്തോട് ചേറിയത് ഗൈസ്. ഇവിടെ നിന്ന് ചായ പിടിച്ച് ഗ്യാപ്പിൽ നിന്ന് അതിൻ്റെ ഉള്ളിൽ ചെറിയ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെ തൊട്ട് അമ്പലത്തിനോട് ചേർന്ന് തന്നെ കേട്ടോ. ഇത് മെയിൻ അമ്പലമല്ല, മെയിൻ അമ്പലം മുകളിലാണ്, അതിൻ്റെ താഴ്ഭാഗത്ത്. നല്ല ഫുഡാട്ടോ, കുഴപ്പമൊന്നുമില്ല. കടല എങ്ങനെ ഉണ്ടായിരുന്നു കുറേ നാളിന് ശേഷം കൂട്ടിയിട്ട്? നീ കൂട്ടിയില്ലല്ലേ ശരിക്ക്? ഓക്കെ ഗൈസ്. ഇവിടെ കല്ലിൽ ഇങ്ങനെ ഒരാളിങ്ങനെ കൊത്തി ഉണ്ടാക്കുക. ഇത് ഫുള്ളിങ്ങനെ കല്ലില് കൊത്തനെയാണ്, അങ്ങനെ കൊത്തി ഉണ്ടാക്കി വെച്ചാണ്. അടിപൊളിയിലെ എഴുതാനൊക്കെ പറ്റും, എഴുത്ത്, അതുപോലെ ഓരോ സിമ്പിൾസൊക്കെ സൂപ്പർ. ഇതാണ് കൊച്ചുപണിക്കാരൻ. इसको कितना है? 5000. ആ സാധനത്തിന് 5000 നേപ്പാളി 5000 രൂപ. ഇരിക്കണ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഒടുക്കത്തെ റേറ്റ് ആണ് ഗൈസ്. അതെന്നാ റേറ്റ് ഒരു മനുഷ്യ പിച്ചാത്തി പിടിച്ചോണ്ട് കരുത്. भैया भैया वो कितना है उसको? 1100. हाँ 1100. 1200 കത്തിയാ. 1100 എന്ന് വെച്ചാ ഇത്. ഈ സാധനം എന്നാന്ന് അറിയോ? ഇതിങ്ങനെ ഇവര് കറക്കുമ്പോ ഉണ്ടല്ലോ, ഓരോ അടിക്ക് ഓരോ കറക്കെല്ലാം കണ്ട് ഇവര് നമ്മൾ ദിക്റും ഇല്ലല്ലേ, അതുപോലത്തെ ഒരു എന്നാ ചൊല്ലലിനെ ഈക്വലാന്ന് ഇവര് വിശ്വസിക്കണേ. അങ്ങനെ എന്തോ ഉണ്ടെന്നാണ്. ഇത് ഭയങ്കര രസമാണ്. ഇവിടെ ഫുള്ള് ഇതിങ്ങനെ ഭയങ്കര ഷേല് ബിൽഡിങ്സ് ഒക്കെയാണ് ഗൈസ്. ഇതിങ്ങനെ ഇത് ഫുള്ള് പെയിന്റിങ്സും കാര്യങ്ങളൊക്കെ അടിപൊളി, രസമായിട്ടാണ് ഈ കളറ് ബിൽഡിങ് ഫുള്ള്. ഇതാണ് മങ്കി ടെമ്പിൾ എന്ന് പറയുന്ന അമ്പലം. അപ്പോൾ ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. ഇവിടെ അല്ല, എല്ലായിടത്തും ഫേമസ് ആട്ടോ. ഇതിങ്ങനെ ഇതിൻ്റെ ചേർന്നുള്ള സംഭവങ്ങളാണ്. ഇതെന്താണെന്ന് അറിയില്ല, ഇവരുടെ ആരാധനാ സെറ്റപ്പ് എന്തോ ആണ്. ഇപ്പം ഈ നമ്മുടെ അവിടെ ഓരോ മൂർത്തികൾ എന്നൊക്കെ പറയില്ല, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നണേ കേട്ടോ. കറക്റ്റായിട്ട് അറിയാവുന്ന 2 കമൻറ്റ് ചെയ്യുക. ഇതിങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ, ഒരു 10-30 എണ്ണം ഈ ഏരിയ തന്നെ.
നല്ല രസമായിട്ടാ കാണാൻ. ഇതിനകത്തോടെ എണ്ണമയം ഉണ്ടെന്ന് തോന്നുന്നു. എന്തോ എണ്ണയൊക്കെ ഒഴിക്കണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആ, പ്രാർത്ഥിക്കണ സമയത്ത് എന്തോ എണ്ണ ഒഴിക്കണമെന്ന് തോന്നുന്നു. ഫുൾ ഓയിലായിട്ടിരിക്കണേ. ഓ, ഇതന്നെ സംഭവം ഗൈസ്. ഇത് വേറെന്തോ സ്വർണ്ണ ബിൽഡിങ്, സ്വർണ്ണ കളറുള്ള ബിൽഡിങ്. നല്ല ക്ലോത്താട്ടോ, അടിപൊളി, നല്ല സ്മൂത്ത്. ഇത് ഹാൻഡ് മെയ്ഡാന്നാണ് കണ്ടിട്ട്. ഇവിടെ കംപ്ലീറ്റ് ഇങ്ങനത്തെ ഷോള് സംഭവങ്ങളൊക്കെയാ. ഇത് കിത്തനായ ഇസ്കോ? കിത്തനായ? നേപ്പാളി. ഓക്കെ, 1500 രൂപ എന്നാണ് നമ്മുടെ നേപ്പാളി ചേട്ടൻ പറഞ്ഞത്. 1500 നേപ്പാളി കേട്ടോ. അപ്പം 1500, 1100, അല്ല 1100, 1000 റേഞ്ച് വരും. 1000 കുറവാ, 900 സംതിങ്. ഇത് അമ്പലം. ഇതിന് ചേർന്ന് ഫുള്ള് ഇങ്ങനെ ഷോപ്പുകളാണ്. ഫുൾ യൂറോപ്യൻസ് ആട്ടോ ഗൈസ്. ഇന്ത്യൻസ് വളരെ കുറവാന്ന് തോന്നുന്നു ടൂറിസ്റ്റ് ആയിട്ട് വന്നത്. അല്ല, ഉണ്ട് കേട്ടോ, പക്ഷെ യൂറോപ്യൻസ് ഒരുപാടുണ്ട്. ഇവിടുത്തെ മറ്റേ സ്വാമിമാർപ്പെട്ട് കിടക്കണല്ലേ. എന്നെ ഇവർക്ക് എന്നാ പറയണേ? ഇതേ ചുവന്ന ഡ്രസ് ഇട്ടവർക്ക് തലയിലാമകൾ. ഇത് ഇവിടുത്തെ സ്വാമിമാരില്ലേ, ഒരു പേരെന്തോ പറയുന്നു അവരാണ് ഗൈസ് ആ പോകുന്നത്. അവരുടെ പേരാ ദലൈലാമ. അതൊന്നുമല്ല ദലൈലാമ. ദലൈലാമ ഇവരുടെ ഒരു നേതാവല്ലേ? ഓക്കെ, ഇതിങ്ങനെ കറക്കി കറക്കി വരുന്നത്. ഇതാണ് ഈ മെയിൻ പഗോഡ. മെയിൻ പഗോഡയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഭയങ്കര വ്യൂ ഉണ്ട് കേട്ടോ. അത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പോയി കാണാം. ഇതുണ്ട് ഇങ്ങനെ ഈ സാധനം കറക്കി കറക്കി കൊണ്ടുവരുന്നത് ബുദ്ധമതക്കാരുടെ എന്തോ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അത് കറക്കുമ്പോൾ ഇവരെ പാപം പുറത്തുനിന്നു അങ്ങനെ ഇങ്ങനെ എന്തോ ഒരു വിശ്വാസം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ കൂടുതൽ സായിപ്പന്മാരാട്ടോ എന്തോ ചെയ്യണത്. ഫുൾ ഭയങ്കരമായിട്ട് ഒരുപാട് ഇന്റർനാഷണൽ ടൂറിസ്റ്റുകൾ തന്നെ ഇത്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പിന്നെ ഒരു കാര്യം കേട്ടോ, എവറസ്റ്റ് ഒക്കെ ഉള്ള രാജ്യമല്ല, അതുകൊണ്ടൊക്കെ അതൊക്കെ ആ ഏരിയയിലും അന്നപൂർണ്ണയൊക്കെ ട്രക്ക് ചെയ്തിട്ട് വരുന്നവർ ഒരുമാതിരി എല്ലാത്തരം തന്നെ കാഠ്മണ്ഡു വേണം വരും. അത് കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണവർ ഇഷ്ടം പോലെ ഉണ്ട്. ഭയങ്കര രസമാട്ടോ, ഭയങ്കര ഒരു പുരാതന ഫീൽ അടിക്കണ ഏരിയ ഇത്. നല്ല രസമുണ്ട് ഇതിൽ കൂടെ നടക്കാൻ. ഭയങ്കര ഹൈറ്റിലായിരിക്കണേ. ഗൈസ്, നേരത്തെ കണ്ട സ്ഥലമില്ല, നല്ല വ്യൂ ഉള്ള സ്ഥലം. ആ വ്യൂ ഉള്ള സ്ഥലമാണ് ഈ കാണുന്നത് ഗൈസ്. നല്ല രസമായിട്ട് വിളിക്കാൻ. സൂപ്പർ. എൻ്റെ ഈ കാഠ്മണ്ഡു ഫുള്ള് കാണാട്ടോ ഈ ഏരിയയിൽ നിന്നാ. എവിടെ? ഭയങ്കര രസട്ടോ ഇത്. ചുമ്മാ എൻ്റെ ഒന്ന് തുരുതുരാ ബിൽഡിംഗ് ആട്ടോ ഇവിടെ. ബ്രസീൽ. ഇറ്റ്സ് ബ്രസീൽ. ബ്രസീലും അതിന്. ബ്രസീലിൽ നമ്മുടെ മറ്റേ ആ യേശുവിടെ പ്രതിമയുടെ അവിടെ കയറിന്നിട്ട് നോക്കൂലേ, ആ വ്യൂ പോലെ. ഈ കുരങ്ങുള്ളതുകൊണ്ട് പേടിയാ കൂടെ ഫോൺ പിടിച്ചോണ്ടിരിക്കാൻ. ഇത് ഉണ്ടാന്ന് തോന്നുന്നു അല്ലേ? ഭയങ്കര ശേലാണ് കഴിച്ച് ഇവിടുന്നാണ്. ഭയങ്കര ശേല. ഇതിങ്ങനെ ചെറിയ ചെറിയ ബിൽഡിങ്സ് ഒക്കെ കംപ്ലീറ്റ് എല്ലാ ബിൽഡിങ്ങാണ് ഇവിടുന്ന് ഒരുമാതിരിപ്പെട്ട. ഈ ഏരിയയിൽ അത്യാവശ്യം പൊങ്ങിയൊരു ഏരിയ തന്നെ ഇത്. ഗൈസ്, നമ്മൾ വന്നു മറ്റേ യോദ്ധയിലെ സ്ഥലം, അക്കുസുട്ടിയുടെ സ്ഥലമാണത്. ഈ ഇതിനകത്തൊരു സ്റ്റെപ്പിലാണ് ഗൈസ് മോഹൻലാലും അക്കുസുട്ടും ഇരിക്കല്ലേ. മറ്റേ വർത്താനൊക്കെ പറയണേ യോദ്ധയില്. അത് ഇൻ ദ സ്റ്റെപ്പിൽ ഏതോ ഒരു സ്റ്റെപ്പ് ഏതാണെന്നറിയില്ല കേട്ടോ. അത് ചോദിക്കുന്നത് ഇത് ഈ ടെമ്പിളിൻ്റെ കറക്റ്റ് ഫ്രണ്ടിൽ കാണുന്ന സ്റ്റെപ്സാ. ഈ സ്റ്റെപ്സ് അല്ലേ 365 എണ്ണം. 365 സ്റ്റെപ്പ് ഉണ്ട് ഗൈസ്. ഇത് ഞങ്ങൾ ആക്ച്വലി ഇതിലല്ല വന്നത്, ഞങ്ങൾ പുറകിലൂടെ വേറെ വഴി കൂടെ വന്നു. കാറ് ഞങ്ങൾ കാറിനായിട്ട് അങ്ങനെ ആ വഴി അങ്ങോട്ട് പോയി അവിടെ ഒരു പാർക്ക് ചെയ്തിട്ട് പിന്നെ ബാക്കിൽ കൂടെ നടന്നു വരും. ഇത് 365 എണ്ണം ഉണ്ട്. ഈ താഴെ ഇത് അതിന് മാത്രമൊന്നുമില്ല, ചുമ്മാ ഇറങ്ങിയിട്ടൊന്നുമല്ലോ. വേണ്ടട്ടാ ഗൈസ്. അവിടെ മാതാമ നടന്നു ഗൈസ്. മാതാമാരെ ലുക്കല്ലേ ചില മാതാമാർ കേട്ടോ. കുരങ്ങന്മാർ ഇവിടെ നിന്ന് കളിക്കാണ്. എന്റെ പൊന്ന് പേടിച്ചു പോയി. പട്ടി ആരെയാണ്ട് പേടിപ്പിച്ചു ഗൈസ്. ആ ശരി, അത് കൂടെ ഇത് കുരങ്ങന്മാർ ഇവിടെ നീന്തി കളിക്കുന്നു ഗൈസ്. ഇവിടെ ചാടും കേട്ടോ ഇടന്ന്. ഇത്രയും ആൾക്കാർ ഈ കുരങ്ങൻ ചാടണ വേണ്ടിക്കണ ചാടു. ഇത് എങ്ങോട്ടേ പോണേ നിങ്ങള്? വിറ്റാട്ടോ
ഇതെന്താ മനുഷ്യന്മാര് നമ്മള് പാറക്കടയിൽ പോയി കിടന്ന് മരത്തിക്ക് വെച്ചാറല്ലേ എന്ന് പറയട്ടല്ലേ. ഇവിടെ നമ്മളും അത്രയായിട്ട് ഒച്ചക്ക് വർത്താനം പറയണുള്ളൂ. നീ കാര്യം ശ്രദ്ധിച്ചോ? എല്ലാരും ഭയങ്കര സൈലന്റ്. അത് സൈലന്റ് ആയിട്ട് മിണ്ടായിരിക്കണമായിരുന്നു. നമ്മൾ മാത്രം കിടന്ന് കക്ക വർത്താനം പറയുക. പാറപ്പുഴയൊക്കെ ഗൈസ് കുരങ്ങ ഇവിടെ ഏകദേശം കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ നിർത്താം. ഗൈസ് അക്കുസുട്ടിയുടെ സ്റ്റെപ്പ് ഇറങ്ങാൻ കൊതിയായിട്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രം സ്റ്റെപ്പ് ഇറങ്ങി വരികയാണ്. 365 സ്റ്റെപ്പ് എണ്ണ എടുത്തല്ല. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 365 ഉണ്ടോന്ന് ചെക്ക് ചെയ്യണം ഗൈസ്. പക്ഷെ ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങി അവർ താഴേക്കുമ്പോൾ അവന്മാർ കാറും കൊണ്ട് അങ്ങോട്ട് വരുന്നാണ് പറയണേ. സോ തൽക്കാലത്തേക്കല്ല ഇനിയിപ്പോൾ വരുമെന്നൊക്കെ അറിയില്ല ഇവിടെയൊക്കെ അല്ലേ. ചിലപ്പോൾ വരും ചിലപ്പോൾ ഇല്ല. സോ ഇവിടുന്ന് ഞങ്ങൾ പോവുകയാണ് ഗൈസ്. These balls are used for meditation and they used for chakra for crown. Fine. അതെന്തോ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇട്ട് കറക്കുമ്പേ ഇങ്ങനെ സൗണ്ട് വരും. സൗണ്ട് ഇങ്ങനെ ഹൈ ആയിക്കൊണ്ടിരിക്കും. ചെറിയ സൗണ്ടിൽ നിന്ന് ഹൈ സൗണ്ടിലേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അടിപൊളിയാണ് സംഭവം. ഇതിപ്പോൾ ഇവിടെ അവിടെ നിന്ന് ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് ഒരാളുടെ അടുത്ത് തന്നെ കേട്ടോ. നല്ല രസം. You know in the door. उसका क्या नाम क्या है? इसका singing balls. Singing balls. Yeah, this is called singing balls. And also I give a small prize because it's the 5 different metal one: iron, brass, copper, little bit gold, silver, almost. നല്ല രസമായിട്ട് സാധനം. അതിൻ്റെ സൗണ്ട് ഇങ്ങനെ ഹൈ ആയതിനൊക്കെ നല്ല അടിപൊളിയാണ്. വീഡിയോയിൽ കിട്ടുമെന്നറിയില്ല, പക്ഷെ കേൾക്കാൻ നല്ല രസമുണ്ട്. സൂപ്പർ. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ടെമ്പിളിന്റെ. അപ്പൊ എന്റെ സീനല്ലേ സൂപ്പർ. മതിയായ കുതിര ഗൈസ്. നല്ല ചേലുണ്ടായിരുന്നു കേട്ടോ. രാജാക്കന്മാരുടെ ഒക്കെ കുതിരയും കൊണ്ട് വേണവര്. അപ്പൊ ഞങ്ങൾ 6 ദിവസത്തേക്കായിരുന്നു ഇവിടെ നിക്കാന്നുള്ള രീതിയിൽ ബോർഡറിൽ പെർമിറ്റ് എടുത്തായിരുന്നു. ടാക്സ് അടച്ചായിരുന്നു, റോഡ് ടാക്സ്. അപ്പൊ ഞങ്ങള് 6 ദിവസം കൊണ്ട് ഇവിടെ ഒന്നും ആവില്ല എന്ന് തോന്നണം. ഇപ്പൊ നിലവിൽ 2 ദിവസം കഴിഞ്ഞു. ഇനി 4 ദിവസം ഉള്ളൂ. അതുകൊണ്ട് ഇത്ര സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റുമെന്ന് സംശയം. എന്തായാലും നേപ്പാൾ കയറിയല്ലോ. അപ്പൊ പറ്റണം അത്രയും കവർ ചെയ്യണല്ലോ ഓർത്ത് ഞങ്ങൾ 2 ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്താലോ എന്നോർത്ത്. ഇവിടെ എയർപോർട്ടിന്റെ അടുത്ത് ഒരു സ്ഥലമുണ്ട് നമുക്ക്. ഇവിടെ 6 ദിവസത്തേക്കുള്ളത് 8 10 ദിവസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാനുള്ളൊരു സ്ഥലമുണ്ട് ഇവിടെ നിൽക്കാനുള്ള സ്റ്റേ. അപ്പൊ അതിന് റോഡ് ടാക്സി വീണ്ടും അടക്കേണ്ടി വരും. സോ അതിന്റെ പരിപാടികൾ എങ്ങനെയാണെന്നൊന്ന് നോക്കാൻ പോവാ ഞങ്ങള്. യെസ് ഗൈസ്, അപ്പൊ ഫൈനലി നമ്മളത് ചെയ്തു. ഒരു 3 ദിവസത്തോടെ എക്സ്റ്റെൻഡ് ചെയ്തു നമ്മള്. ഒരു മിനിറ്റ്. അപ്പൊ നമ്മൾ 3 ദിവസത്തോടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഒരു ദിവസത്തേക്ക് 375 ആ റേഞ്ചൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. അവിടെ ബോർഡറിൽ വാങ്ങിച്ചതിന് ഏകദേശം പൈസ തന്നെ ഇവിടെ ആയിട്ടുള്ളൂ. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും 6 ദിവസത്തേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്നത്. ഒരു 3 ദിവസത്തോടെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പം നിലവിൽ. അതിന് ഒരു 1800 3 ദിവസത്തേക്ക് ആയിട്ടുണ്ട് നമുക്ക്. അത് ചെയ്യാൻ പോയപ്പോൾ ആദ്യം ചെയ്തു തരില്ല എന്നൊക്കെ പറഞ്ഞു. കാരണം 6ാമത്തെ ദിവസം ആയി കഴിഞ്ഞിട്ട് ആ ദിവസം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ 6ാമത്തെ ദിവസം ഞങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് മാറി കഴിഞ്ഞാൽ പിന്നെ പൊക്രയിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പൊക്രയിൽ നമ്മൾ ചെയ്യൽ നടക്കില്ല. കാരണം കറക്റ്റ് പൊക്രയിൽ നമ്മൾ 6ാമത്തെ ദിവസം ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ മുസ്താഖൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് പണി കിട്ടിയാലോ എന്ന് ഓർത്ത് ഞങ്ങൾ നേരത്തെ എടുക്കാൻ വേണ്ടി വന്നായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ എടുത്തില്ല, 6ാമത്തെ ദിവസം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട്. പിന്നെ കുറച്ച് നേരം വേറൊരു പയ്യനെയൊക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് ചെറിയൊരു സഹായമൊക്കെ അവർക്ക് ചെയ്തു കൊടുത്തിട്ടാണ് ഞങ്ങൾക്ക് ചെയ്തു തന്നെ. വലിയ പൈസ ഒന്നും മനസ്സില്ല കേട്ടോ. 250 ഇവിടുത്തെ പൈസ വെച്ചുള്ളൂ. അതായത് 160 രൂപ ഞങ്ങൾക്ക് വെച്ചുള്ളൂ, ഇന്ത്യൻ റുപ്പി. അതായത് അവർക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ സമാധാനം പൈസല്ലേ, ചെറിയ എമൗണ്ട് അല്ല, അത് തന്നെ കൊടുത്തു. എന്നിട്ട് ചെയ്തു. ഇനിയിപ്പം നമുക്ക് ഫ്രീ ആണ് ഒരു അടുത്ത സൺഡേ വരെ വന്നു. ടോട്ടല് 9 ദിവസത്തേക്ക്. അപ്പോൾ ഞങ്ങളുടെ എക്സ്റ്റെൻഡ് ചെയ്താക്കിയിട്ടുണ്ട്. അതിന് ഞങ്ങൾ മണി എക്സ്ചേഞ്ച് കിട്ടുമെന്ന് നോക്കി. ഇന്ന് ഞായറാഴ്ച കൊണ്ട് പകുതി സ്ഥലത്ത് തുറന്നിട്ടില്ല. അപ്പം ഞങ്ങൾ ജസ്റ്റ് വേറൊരു പ്രൈവറ്റായിട്ട് ഒരാളുടെ അടുത്ത് മാറാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം അവിടെ നിന്ന് ആവുള്ള 1.5 വെച്ച് തരുള്ളൂ. 100 രൂപ കമ്മീഷൻ അവർക്ക് പോകും. അതുവരെ ഞങ്ങൾ മാറിയില്ല. അതായത് 5000 ആകുമ്പോൾ ഒരു 500 രൂപയൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ള കാരണം അതിൽ ചെയ്യാൻ പറ്റുമോ നോക്കണം. പിന്നെ ഇന്നിപ്പോൾ ഞങ്ങൾ മിക്കവാറും പൊക്രയ്ക്ക് പോകുമായിരിക്കും. നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ഇവിടെ ചെറിയ പ്രൊട്ടസ്റ്റ് എന്തോ നടക്കുന്നുണ്ട്. ഇവിടുത്തെ ഗവൺമെന്റ് മാറിയില്ലേ, അതിന്റെ എന്തോ സംഭവം. അതുപോലെ ഇവിടെ വേറൊരു സംഭവം ഉണ്ട്. നമ്മുടെ അവിടെ ശരിക്കും ഇന്ന് എത്രയാ തീയതി? 26 അല്ലടാ,
അല്ല സോറി, നമ്മുടെ അവിടെ 3-ാം തീയതി, പക്ഷെ ഇവിടെ ഇന്ന് ഡേറ്റ് 20-ാം തീയതി കണ്ടല്ലേ? 20. ഇവിടെ 20-ാം തീയതിയാണ് ഡേറ്റ്. ഞങ്ങളവിടെ പെർമിറ്റിന്റെ കാര്യത്തിന് പോയില്ലേ, പെർമിറ്റിന്റെ കാര്യത്തിന് പോയപ്പോ അവിടുത്തെ കലണ്ടർ ഇപ്പൊ വേറെ കലണ്ടറാ. നമ്മുടെ കലണ്ടറും ഇവിടുത്തെ കലണ്ടറും വേറെ വേറെ കലണ്ടറാണ് കേസ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നോ ന്യൂ ഇയർ ഒക്കെ ഇവിടെ വേറെ ഡേറ്റിലാണ്. അതുപോലെ ഡേറ്റിന്റെ കാര്യത്തിൽ ഇവിടെ വ്യത്യാസമുണ്ട്. സോ നമ്മുടെ അവിടുത്തെ ഡേറ്റ് അല്ലായിരിക്കും ഒരിക്കലും നേപ്പാളിലെ ഡേറ്റ്. ടെസ്ലാക്കാർക്കുണ്ട് ഗൈസ്. റോഡിന് അടുത്തുണ്ടല്ലേ ഇവൻ ഈ ടൗണിൽ കൂടെ മാത്രം ഓടിക്കാൻ മേടിച്ചതാണ് ടെസ്ല. എന്നെ ശേലല്ലേ. ഇപ്പൊ ഞങ്ങൾ പൊക്രയ്ക്ക് പോകുമ്പോഴാണ് ഇവിടുന്ന് ഒറ്റ വീട്ടിലോട്ട് രാത്രി എന്തായാലും എത്താൻ പറ്റുമെന്ന് പറഞ്ഞത്. പിന്നെ 7:30 കാട്ടണ്ടേ, പക്ഷെ അത് നോക്കണ്ട. ഫുഡൊക്കെ കഴിച്ച് പതുക്കെ ചെല്ലുമ്പോഴത്തെ എങ്ങനെയാലും ഒരു 10 മണിക്ക് എങ്ങനെയാലും എത്താൻ പറ്റുമെന്നാണ് വിചാരിക്കണേ. അപ്പൊ ഇനി നമുക്ക് നേരെ പൊക്രയിലേക്ക് പോകാം. അങ്ങോട്ട് വഴിയുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ കാണാന്നാണ് വിചാരിച്ചേക്കണത്. വണ്ടി നിർത്തിയിട്ട് ഇവിടെ ഒരു തൂക്കുപാലം കണ്ടു. അപ്പൊ അങ്ങോട്ടേക്ക് ഇറങ്ങിയതാ ഒന്നാടാൻ. ഇത് നേപ്പാളി ചേച്ചി തന്നെ ഗൈസ്. നല്ല രസല്ലേ? അങ്ങോട്ടും കൂടെ ആട്ടിയാലോ? ഇവിടെ നിന്ന് നല്ല വ്യൂ ആട്ടോ. ഇങ്ങനെ 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 ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ഗൈസ്. ഷാക്ല ജീൻസിന്റെ അകത്ത് കലക്കി. ഈ ഫോൺ താഴ്ത്തില്ലോ ഒന്നോ പേടിയാണ് ഗൈസ്. ഫോൺ ഗ്യാപ്പിൽ കൂടെ പോയി കഴിഞ്ഞാൽ പേടിയാ. ഓൾറെഡി ഫോണൊന്ന് പൊട്ടിയതാ. എവിടെ പോണം? അതിന്റെ ചാടി ചുറ്റിപ്പുറത്ത് ഇവിടെ ചാടിയിട്ട് തപ്പിക്കഴിഞ്ഞാൽ കിട്ടും. ഇവിടെ ആരോ ഉണ്ടോ? ഒഴുക്കൊണ്ടോ? ഇത് ചാടിക്കഴിഞ്ഞാൽ കിടന്നോളൂ. ഇത് കിട്ടിയിട്ട് പിന്നെ എന്നാ കൊണം? ഇത് താഴ്ച അപ്പൊ ബിരിയാണി മുട്ടും കൊണ്ട്. ഓക്കെ, താങ്ക് യു. എന്റെ പൊന്നോ, ഇവിടെ വന്നിട്ട് ഫൈൻ അടച്ച് മടുത്തു. ഒരു ദിവസം 3-ാമത്തെ ആളാ ഫൈൻ അടക്കാൻ വേണ്ടി പിടിച്ചത്. പക്ഷെ ഞങ്ങളത് കൊടുത്തില്ല. ഫസ്റ്റ് 2.5 ഞങ്ങൾ അടച്ചു. ഇനി കൊടുത്തില്ലാതെ ഓർത്ത് കുറെ നേരം തർക്കിച്ച് ഓക്കെ ഒക്കെ ഉണ്ട്. നമ്മുടെ ബോബിച്ചേട്ടനുണ്ട്, നമ്മുടെ മൂവാറ്റുള്ള ബോബിച്ചേട്ടനില്ലേ, ആള് ഇവിടെ നേപ്പാളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. പുള്ളി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു കേട്ടോ. പുള്ളി ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങള് ഇപ്പൊ ഫൈൻ കൊടുക്കാണ്ട് ഞങ്ങൾക്ക് വരാൻ പറ്റിയത്. അതായത് തന്നെ സംഭവം അറിയോ, നിങ്ങൾ ഈ നേപ്പാൾ പോകുന്ന പല ആളുകളും ഒരു കാര്യം ശ്രദ്ധിക്കണം. അതായത് കാറും കൊണ്ട് പോകുന്ന ആളുകൾ, ഇത് നമ്മള് ഇപ്പൊ ഞങ്ങൾ സിലിഗുരി ബോർഡറിൽ നിന്ന് കയറിയത് വെസ്റ്റ് ബംഗാളിന്റെ. നിങ്ങൾ ഏത് ബോർഡറിൽ നിന്ന് കയറിയാലും അവിടുന്ന് 3 സ്ലിപ്പ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം എന്ന് നിങ്ങൾ ഉറപ്പാക്കണം. അതായത് ഒന്നൊരു ഗ്രീൻ കളർ സ്ലിപ്പ്, ഞാൻ കാണിച്ചു തരാം ഒരു സെക്കൻഡ്. ഒന്ന് ഈ ഗ്രീൻ കളർ സ്ലിപ്പ്, പിന്നെ 2 ഈ വൈറ്റ് സ്ലിപ്പ്. അതല്ലാണ്ട് ഉണ്ടല്ലോ ഈ കളറിലുള്ള ഒരു സ്ലിപ്പ് കൂടെ ഉണ്ട്. ആ സ്ലിപ്പ്, ആ ഒരു പിങ്ക് കളറൊക്കെ തോന്നിക്കുന്ന ഒരു സ്ലിപ്പ് ഉണ്ട്. ആ സ്ലിപ്പോടെ നിങ്ങൾ നിർബന്ധമായും, അതായത് ഈ 3 സ്ലിപ്പ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ടാണ് നിങ്ങൾ കാറും കൊണ്ട് ഇതിനകത്ത് കയറാൻ പറ്റുള്ളൂ. അതായത് നേപ്പാളിലേക്ക് കയറാവുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര പണിയിട്ട് ഇവിടെ പോലീസുകാർ വലിയ പൈസയൊന്നും വാങ്ങില്ല. കാര്യം 300ഉം 500ഉം ഇവിടുത്തെ, അതായത് നമ്മുടെ 10-300 രൂപ റേഞ്ച്, 250-300 ആ റേഞ്ചൊക്കെ ആവുള്ളൂ. പക്ഷെ എന്നാലും ഇങ്ങനെ തുരുതുരാന്ന് കൊടുത്തോണ്ടിരിക്കേണ്ടി വരും. നമ്മള് ഫസ്റ്റ് ഒരു സ്ഥലത്ത് പിടിച്ചു. ആളുടെ അടുത്ത് പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് ബോർഡറിൽ ഞങ്ങള്, അതായത് ഒരു രാജ്യത്തിന്റെ ബോർഡറിൽ നിന്ന് വേറെ രാജ്യത്തിന്റെ ബോർഡറിലേക്ക് ഇറങ്ങിയേക്കണ. അപ്പൊ എന്തോരം ചെക്കിങ് ഉണ്ടാവുന്ന ആളുകൾക്ക് ജസ്റ്റ് തിങ്ക് ചെയ്യാൻ പറഞ്ഞേ. അതുകൊണ്ട് ആ ബോർഡറിലെ ചെക്കിങ് ഫുള്ള് കഴിഞ്ഞ് അവിടെ പറഞ്ഞ സാധനം അഴിച്ചു. അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് ഒരു പോലീസുകാരെ നമ്മുടെ ഈ സെയിം പേപ്പർ, ഞാൻ ഇപ്പൊ കാണിച്ച പേപ്പർ അവരെ കാണിച്ചു. ആൾ ഓക്കെ പറഞ്ഞിട്ട് വിട്ടിയാ. അത് കഴിഞ്ഞിട്ട് അന്ന് അവിടെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അവിടെ പറയണ്ടേ. ഇത് നമ്മൾ മാക്സിമം അന്വേഷിച്ചു, ഇവിടെ കൊടുക്കണം എന്ന് പറഞ്ഞു പോകുന്നു. അല്ല, അത് കൊടുത്തിട്ട് പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞിട്ട് പോലീസുകാരെ വിളിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഈ ഇടയ്ക്ക് വെച്ച് നടുക്ക് ഫൈൻ അവിടെ ഇവിടെ പാഞ്ചോണ്ടിരിക്കല ഇവരുടെ പരിപാടി. ഇവിടെ വലിയ ഫൈൻ ഇല്ലാന്ന് വെച്ചാൽ ഇങ്ങനെ ഇവിടെ തൊട്ട് പൊക്ര വരെ പോകുമ്പോൾ 250 കിലോമീറ്റർ എങ്ങനെ വല്ലതും ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു ഫൈൻ വരും. അത് ഒരു ഭയങ്കര പണി. അപ്പം എല്ലാവരും ഈ 3 പേപ്പറുകൾ, ഞാൻ പറഞ്ഞ 3 കളറിലുള്ള പേപ്പറുകൾ ഉണ്ടെന്ന് ഉറപ്പാക്കണം. അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ MVDക്ക് റോഡ് ടാക്സ് അടയ്ക്കാനുള്ള പേപ്പർ. അത് മറ്റേത് വേറെ എന്തോ കസ്റ്റംസിന്റെ, അങ്ങനെയുള്ളത് കസ്റ്റംസിന്റെ പേപ്പർ, പിന്നെ ഇത് റോഡ് ടാക്സിന്റെ പേപ്പർ, പിന്നെ മറ്റേത് പെർമിറ്റ് ആയിട്ടുള്ള പേപ്പർ. ഇങ്ങനെ 3 സ്ലിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങോട്ട് കയറാവുള്ളൂ. ഇല്ലെങ്കിൽ ഫൈൻ അടച്ച് നമ്മളൊരു പരിവാവും. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മിസ്സിംഗ് ആണെങ്കിൽ അവന്മാർ അതിനനുസരിച്ച് ഫൈൻ അടയ്ക്കും. ഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തർക്കിച്ചു ചോദിക്കുമ്പോൾ 500 രൂപയാണ്. നമുക്ക് ലാംഗ്വേജ് അറിയില്ല, അവർ 5000 ഒക്കെ നമുക്ക് എഴുതി തരും. നമുക്ക് അറ്റ്ലീസ്റ്റ് ഹിന്ദിയെങ്കിലും അറിയണം. ഹിന്ദി അറിഞ്ഞില്ലെങ്കിൽ ഉറപ്പായിട്ടും 5000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അവർ വേറെ വർത്താനം കാര്യങ്ങളൊന്നും പറയില്ല. പോലീസുകാരുടെ പിടിയിൽ നിന്നൊക്കെ വന്ന് ഒരു അടിപൊളി സ്ഥലത്ത് ചായ കുടിക്കാൻ നിർത്തി കഴിച്ചു. നല്ല തണുക്കട എന്താ ഉള്ളത് നോക്കട്ടെ പിടിക്കാൻ. ഇവിടെ ഒരു എക്സ്പൾസ് ഒക്കെ പോലത്തെ ഒരു ബൈക്ക്, നല്ല ഷെൽഡാണ്. ഈ ഏരിയയിലേക്ക് ഇതാ പറ്റുള്ളൂ തോന്നും. ഞങ്ങൾ ആ വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് ഇവിടെ നിന്ന് ചായ കുടിക്കണം. ചായയും ബിസ്ക്കറ്റും അല്ലേ. മുട്ട ഉണ്ടായിരുന്നു കേട്ടോ. മുട്ട പൊഴിഞ്ഞത് ആദ്യം തിന്നു.
അങ്ങനെ നമുക്ക് ഇവിടെ റൂം ഇട്ടിരിക്കുകയാണ്. ഒരു 1100 നേപ്പാളി ആയിട്ടുള്ള, അതായത് നമ്മുടെ 647 രൂപയാന്ന് തോന്നുന്നു ഏകദേശം. അതായത് 4 പേർക്ക് 647 രൂപയാണ് ആയിട്ടുള്ളൂ ഇവിടെ റൂം എടുത്തിന്. അപ്പൊ നിസാര കാശ് ഒരാൾക്ക് ഒരു ദിവസം ആവുള്ളൂ റൂമിന്. പൊക്കാറയിലേക്ക് വരുവാണെങ്കിൽ ഉണ്ടല്ലോ, പൊക്കാറയിലേക്ക് വരുവാണെങ്കിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ തരാം. അപ്പൊ ഇവിടെ വന്ന് എടുക്കുവാണെങ്കിൽ ഭയങ്കര അഫോർഡബിൾ ആണ് സംഭവം. ഇത് നമ്മളെ റൂമിന്റെ മോൾഭാഗമാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇത് ഈ കാണുന്ന പൊക്രയിലുള്ള ലേക്കാണ്. അത് അവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കണേ, അതിപ്പോൾ കുറച്ചായിട്ട് നടന്നുകൊണ്ടിരിക്കണ ഒരു ഫെസ്റ്റിവല്. നമ്മളൊക്കെ രാത്രി ഇറങ്ങണം എന്ന് ഓർത്തിരിക്കണ്ട, ടൈം കിട്ടുവാണെങ്കിൽ ഇന്ന് തന്നെ ഇറങ്ങണം, അല്ലേ അടുത്ത ദിവസം ഇറങ്ങും. ഇവിടെ ഞങ്ങൾ കുറച്ച് ഇടിയപ്പം റെഡി ടു കുക്ക് ഐറ്റംസ് ഒക്കെ ഒന്നുമില്ലായിരുന്നു, അതിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക അവിടെ. ഗൈസ് ഞങ്ങൾ ഇടിയപ്പം ഉണ്ടാക്കി ലാസ്റ്റ് നൂഡിൽസ് ആയി വന്നിട്ടുണ്ട്. 8 ഇടിയപ്പം കണ്ടിട്ടുണ്ട് ഗൈസ്, ഇത് ഫുൾ നൂഡിൽസ് ആയി. അങ്ങനെ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. ഇത് സ്റ്റൂ അല്ലടാ, ഇത് ചിക്കൻ സ്റ്റൂ, ഇത് ചിക്കൻ കറി. സോ ഇന്ന് ഇതായിരിക്കും നമ്മൾ ഡിന്നർ. ഇത് മന്തിയാക്കി കഴിക്കുക ഒറ്റ പാത്രത്തിൽ, ഒരു പാത്രമുള്ളൂ ഗൈസ്. പാകിസ്ഥാനിൽ മന്തി കഴിക്കണ പോലെ ഇടിയപ്പം കുറെ നാളെ ഗൈസ്. അപ്പൊ ഇത് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ കടന്നുറങ്ങാൻ പോണ. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അതുവരെ ബൈ.